വർഷം 1872. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ ഒരു കപ്പൽ ഒഴുകി നടക്കുന്നു. ദൂരെയുള്ള മറ്റൊരു കപ്പലിലെ നാവികർ അത് ശ്രദ്ധിച്ചു. സംശയം തോന്നിയ അവർ ആ കപ്പലിലേക്ക് കയറിച്ചെന്നു. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. കപ്പലിലെ മേശപ്പുറത്ത് ചായക്കോപ്പകളിരിക്കുന്നു. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത നിലയിൽ വസ്ത്രങ്ങൾ കൃത്യമായി മടക്കിവച്ചിരിക്കുന്നു. പക്ഷേ ആ കപ്പലിലുണ്ടായിരുന്ന 10 പേരും വായുവിൽ അപ്രത്യക്ഷമായതുപോലെ. മേരി സെലസ്റ്റെ, ഇതായിരുന്നു ആ കപ്പലിന്റെ പേര്. 1872 നവംബർ 7-ന് ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഈ കപ്പൽ. കപ്പലിൽ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സ്, അദ്ദേഹത്തിന്റെ ഭാര്യ, മകൾ, പിന്നെ 7 കപ്പൽ ജീവനക്കാർ. ഏകദേശം 1700 ബാരൽ ആൽക്കഹോളും ആ കപ്പലിലുണ്ടായിരുന്നു. ഡിസംബർ 4-നാണ് ദി ഗ്രേഷ്യ എന്ന മറ്റൊരു കപ്പൽ മേരി സെലസ്റ്റയെ കണ്ടെത്തുന്നത്. കപ്പലിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. മാസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും അവിടെയുണ്ട്. ക്യാപ്റ്റന്റെ ഡയറിയിലെ അവസാന കുറിപ്പ് നവംബർ 25-ലേതായിരുന്നു. അതായത് 10 ദിവസമായി ആ കപ്പലിൽ ആരുമില്ലാതെ അത് കടലിലൂടെ ഒഴുകുകയായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? പല കഥകളും പ്രചരിച്ചു. കടൽ കൊള്ളക്കാർ. പക്ഷേ കപ്പലിലെ വിലപിടിപ്പുള്ള സാധനങ്ങളോ മദ്യമോ ആരും തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് തള്ളിക്കളയാം. കടൽ ഭീകരന്മാർ. ഭീമാകാരമായ സ്ക്വിഡ് കപ്പലിനെ ആക്രമിച്ചു എന്ന് ചിലർ വിശ്വസിച്ചു. പക്ഷേ കപ്പലിന് കേടുപാടുകളൊന്നുമില്ലായിരുന്നു. ഏറ്റവും വിശ്വസനീയമായ ഒരു തിയറി ഇതാണ്: കപ്പലിലെ ആൽക്കഹോൾ ബാരലുകളിൽ നിന്ന് ഗ്യാസ് ചോർന്നപ്പോൾ കപ്പൽ പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ച് ക്യാപ്റ്റനും കുടുംബവും ഒരു ചെറിയ ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതാകാം. പക്ഷേ ആ ചെറിയ ബോട്ട് കടലിലെ തിരമാലകളിൽ പെട്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ 10 പേരുടെ മൃതദേഹങ്ങൾ പോയിട്ട് ഒരു അടയാളം പോലും ഇന്നും ആർക്കും ലഭിച്ചിട്ടില്ല. മേരി സെലസ്റ്റെ ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി തുടരുന്നു. ആ 10 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.